പ്രകൃതിദത്തം എന്ന് കേട്ടാൽ ശരീരത്തിനും ആരോഗ്യത്തിനും യാതൊരു കുഴപ്പവുമില്ലാത്തത് എന്നാണ് പൊതുവെയുള്ള ധാരണ. അതൊരു ചെടിയുടെ വേരല്ലേ അല്ലെങ്കിൽ ഇലയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളിൽ പലരും വിചാരിക്കുന്നതും. എന്നാൽ പ്രകൃതിയിൽ കാണുന്നതെല്ലാം ഔഷധ ഗുണമുള്ളവയല്ല. ചിലതിൽ വിഷാംശത്തിന്റെ അളവ് കൂടുതലായിരിക്കും. തൊടിയിലെ തുമ്പച്ചെടി ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കി കഴിച്ച യുവതി മരിച്ച വാർത്തയൊക്കെ വാർത്തകൾ വളരെയധികം ഇടം നേടിയ ഒന്നാണ്. അതുപോലെയാണ് ഓരോ വസ്തുക്കളും. വിഷാംശമുള്ളതും ഇല്ലാത്തതും തിരഞ്ഞെടുത്ത് വേണം ഉപയോഗിക്കാൻ. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല സങ്കീർണമായ ഓർഗാനിക് മോളിക്യൂളുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. മസാലപ്പൊടികൾ, മഞ്ഞൾ, കുടംപുളി തുടങ്ങിയ അടുക്കളയിൽ ഭൂരിഭാഗവും ഓർഗാനിക് മോളിക്യൂളുകളാണ്. അതുപോലെ തന്നെയാണ് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും വേരുകളും. ഇവയൊക്കെ ഡോസിൽ കൂടിയാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാകും. അതുകൊണ്ട് തന്നെ പ്രകൃതിജന്യം എന്ന് നമ്മൾ വിചാരിക്കുന്നവയൊക്കെ അത്ര നിസ്സാരക്കാരല്ല, നമ്മെ കൊല്ലാൻ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തൊടിയിൽ കാണുന്നതെന്തും പറിച്ച് തോരൻ വെക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ഭക്ഷിക്കാൻ ഉപയോഗിക്കരുത്. പലതും മാരകമായ വിഷാംശമാകാൻ സാധ്യതയുള്ളവയാണ്. ഇനി ഇത്തരം ചെടികൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന കരൾ രോഗത്തിനേക്കാൾ ഒരുപക്ഷെ ഭീകരമായിരിക്കും പ്രകൃതിജന്യ ഔഷധങ്ങളുടെ ഉപയോഗം കൊണ്ടുള്ള കരൾ രോഗങ്ങൾ. അത്ര കണ്ട് സമൂഹത്തിൽ പ്രകൃതിജന്യ ഔഷധങ്ങൾക്ക് പ്രചാരം കിട്ടിയിട്ടുണ്ട്. ഔഷധ ചെടികളിൽ നിന്നും എടുക്കുന്ന സത്ത് പലതരം സങ്കീർണമായ ഓർഗാനിക് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇവയിൽ പലതും ടോക്സിക് ആയ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതുമാണ്. ഇനി എങ്ങനെയാണ് ഇവയിലെ വിഷാംശം അളക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന അളവാണ് ഒരു വസ്തുവിനെ വിഷമുള്ളതാക്കുന്നത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ എത്രമാത്രം അളവ് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു ദ്രവ്യത്തിന്റെ വിഷാംശം കണക്കാക്കുന്നത്. അതായത് പാമ്പിൻ വിഷം പോലും അതിന്റെ ടോക്സിക് ആകാനുള്ള ഡോസിൽ താഴെയാണെങ്കിൽ അത് വിഷമല്ല എന്നർത്ഥം. അതുപോലെ വിഷമല്ല എന്ന് നമ്മൾ കരുതുന്ന പച്ചവെള്ളം പോലും അളവിൽ കൂടുതലായാൽ ശരീരത്തിന് ഹാനികരമാകും. ലളിതമായി പറഞ്ഞാൽ ഒരു വസ്തുവിന് ടോക്സിസിറ്റി കുറവായാൽ അതിന്റെ അളവ് കൂടിയാൽ പ്രശ്നമില്ല. എന്നാൽ ടോക്സിസിറ്റി കൂടുന്നതനുസരിച്ച് ഡോസ് കുറയ്ക്കേണ്ടി വരും. നമ്മുടെ കരളിന്റെ പ്രധാന ജോലി ടോക്സിക് ആയ വസ്തുക്കളെ അരിച്ചു കളയുക എന്നതാണ്. വളരെ കോംപ്ലക്സ് ആയ ഓർഗാനിക് മോളിക്യൂളുകളെ തുടർച്ചയായി വിഘടിപ്പിക്കുകയും വേർതിരിക്കുകയും ചെയ്യുമ്പോൾ കാലക്രമേണ കരളിന്റെ പ്രവർത്തനശേഷി കുറഞ്ഞ് അതിന്റെ ജോലി ചെയ്യാനാകാതെ വരികയും ചെയ്യുമ്പോഴാണ് കരൾ രോഗത്തിന് അടിമപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിജന്യം എന്ന് കരുതി തൊടിയിൽ കാണുന്നതെല്ലാം ഭക്ഷ്യയോഗ്യമാക്കാൻ നോക്കിയാൽ മരണമായിരിക്കും ഫലം. കഴിക്കുന്ന ഓരോ വസ്തുവും ഭക്ഷ്യയോഗ്യമാണോ എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്.